മറന്നു തുടങ്ങിയപ്പോഴേക്ക് റോബിൻ ബസ് ഇത് വീണ്ടും വരുന്നുണ്ട്. റോബിൻ ബസ് ഉടമയും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള പോര് വീണ്ടും. പെർമിറ്റില്ലാതെ ഓടിയ റോബിൻ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ഓടുന്ന ബസ്സിനെ ചൊല്ലിയാണ് പുതിയ തർക്കം. എന്നാൽ ആവശ്യമുള്ള അപേക്ഷയൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഇപ്പൊ എങ്ങനെയാ ഡീറ്റെയിലായിട്ട് കാണിക്കും എന്ന് പറഞ്ഞാലും ഡീറ്റെയിലായിട്ട് തന്നെ സാറിന് ഈ കോടതി ഉത്തരവ് കാണിച്ചത്. ഇന്നലെ രാത്രിയാണ് പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ടിലോടുന്ന റോബിൻ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. മതിയായ പെർമിറ്റില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. മുന്നറിയിപ്പില്ലാതെ സർവീസ് തടഞ്ഞതോടെ നടു റോട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷുമായി വാക്ക് തർക്കവുമുണ്ടായി. ഇതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ബസ് കസ്റ്റഡിയിലെടുത്തു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബസ് സർവീസ് നടത്തിയതെന്ന് ഉടമ. ഈ വണ്ടിക്ക് പെർമിറ്റ് ഇല്ലാന്നും പറഞ്ഞ് ഈ വണ്ടി പിടിച്ചെടുക്കണം. പെർമിറ്റ് ഇല്ലാത്ത വണ്ടി CC ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും ചെക്ക് റിപ്പോർട്ട് എഴുതിയിട്ട് വിടുക ചെയ്യുന്നു. ചെക്ക് റിപ്പോർട്ട് എഴുതി പെർമിറ്റ് കാണിക്കാൻ പറയും. ഒരു നോട്ടീസോ ഒരു സാധനവും തരാതെ ഇവർ കൃത്യമായ അജണ്ടയുണ്ട്. ആ പഴയ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ സാധനം തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബസ് ഉടമയുടെ ആരോപണങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് തള്ളി. കൃത്യമായ അപേക്ഷ നൽകാത്തതിനാലാണ് പെർമിറ്റ് അനുവദിക്കാത്തതെന്ന് കോട്ടയം RTO ജയരാജ് 24നോട് പറഞ്ഞു. അല്ല, അദ്ദേഹം നിലവിലൊരു കോടതി ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ടെമ്പററി പെർമിറ്റ് എടുത്താണ് ഈ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ കാലാവധി തീർന്ന സമയത്ത് തന്നെ അദ്ദേഹം കോടതിയെ സമീപിച്ച് അതിന്റെ കാലാവധി 2 മാസത്തേക്ക് കൂടി എക്സ്റ്റൻഷൻ മേടിച്ചു. എക്സ്റ്റൻഷൻ മേടിച്ചിട്ട് ആ കോടതി ഓർഡറിന്റെ കോപ്പിയും ഒരു പെർമിറ്റ് പുതുക്കാനുള്ള അപേക്ഷയും 16/6 ഓഫീസിൽ കൊണ്ടിട്ടു. പക്ഷെ അങ്ങനെ അപേക്ഷ കൊടുത്താൽ മാത്രം പോരാ, അതിന് ഫീസ് അടയ്ക്കണം. ഫീസ് നിലവിൽ ഇതുവരെ അടച്ചിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് നടത്തിയ സർവീസിനെതിരെ MVD നടപടി സ്വീകരിച്ചത്. ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പും റോബിൻ ബസ് ഉടമയും തമ്മിൽ വലിയ നിയമ പോരാട്ടങ്ങൾ വരെ നടന്നു. ആ വിവാദം കെട്ടടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ തർക്കം ഉണ്ടായിരിക്കുന്നത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.